ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള ബൈബിൾ വായന. 110 ദിവസം. ദാവീദ് ഗോലിയാത്തിനെ വധിക്കുന്നു. ഇന്നേ ദിവസം സാമുവേലിൻ്റെ 1 പുസ്തകം 17 അധ്യായം 12 സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. ദാവീദ് ഇസ്രായേൽ പടയണിയിലേക്ക് എത്തുന്നതും ഫിലിസ്തീയക്കാരുമായുള്ള യുദ്ധത്തിൽ ദാവീദ് ഗോലിയാത്തിനെ വധിക്കുന്നതും ഇന്നത്തെ വായനയിൽ നാം ശ്രവിക്കുന്നു. നിസ്സാര കാര്യങ്ങളിൽ നമ്മൾ പുലർത്തുന്ന ശ്രദ്ധ, വിശ്വസ്തത, ഏത് ചെറിയ കാര്യം ചെയ്യാനും നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത, തീക്ഷ്ണത എന്നിവയാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതയെന്ന സന്ദേശം തിരുവചനം നമുക്ക് നൽകുന്നു. സാമുവേലിൻ്റെ 1 പുസ്തകം 17 അധ്യായം. ഗോലിയാത്തിൻ്റെ വെല്ലുവിളി. ഫിലിസ്തീയക്കാർ യുദ്ധത്തിനായി തങ്ങളുടെ സൈന്യങ്ങളെ ഒന്നിച്ചു കൂട്ടി. യൂദായിൽപ്പെടുന്ന സൊക്കോയിൽ അവർ ഒന്നിച്ചു കൂട്ടപ്പെട്ടു. സൊക്കോയ്ക്കും അസക്കായ്ക്കും മധ്യേ എഫേസ് ദമ്മീമിൽ അവർ പാളയമടിച്ചു. സാവൂളും ഇസ്രായേൽ പൗരഗണവും ഒന്നിച്ചു ചേർന്നു. ഏലാ താഴ്വരയിൽ അവർ പാളയമടിച്ചു. ഫിലിസ്തീയക്കാരെ നേരിടുന്നതിന് അവർ പടയൊരുക്കം നടത്തി. അപ്പുറത്തെ മലയുടെ സമീപം ഫിലിസ്തീയക്കാർ നിന്നിരുന്നു, ഇപ്പുറത്തെ മലയുടെ സമീപം ഇസ്രായേൽക്കാരും നിന്നിരുന്നു. അവർക്കിടയിലായിരുന്നു താഴ്വാരം. അപ്പോൾ ഫിലിസ്തീയ പാളയങ്ങളിൽ നിന്ന് ഒരു ഉദ്ദണ്ഡ മനുഷ്യൻ പുറത്തിറങ്ങി വന്നു. ഗത്തിൽ നിന്നുള്ള അവൻ്റെ പേര് ഗോലിയാത്ത് എന്നായിരുന്നു. 6 മുഴവും 1 ചാണുമായിരുന്നു അവൻ്റെ ഉയരം. അവൻ്റെ ശിരസിൽ ഒരു പിച്ചളത്തൊപ്പി. അവൻ അണിഞ്ഞിരുന്നത് ഒരു ചെതുമ്പൽ കവചം. കവചത്തിൻ്റെ തൂക്കം 5000 പിച്ചള ഷെക്കൽ. അവൻ്റെ കാലുകളിൽ പിച്ചളച്ചട്ട. അവൻ്റെ തോൾപ്പലകൾക്കിടയിൽ ഒരു പിച്ചള ശൂലം. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ ഉരുൾ പോലെ. അവൻ്റെ കുന്തമുന 600 ഇരുമ്പ് ഷെക്കൽ. പരിചവാഹകൻ അവൻ്റെ മുമ്പേ നടന്നിരുന്നു. അവൻ നിലയുറപ്പിച്ച് ഇസ്രായേലിൻ്റെ അണികളുടെ നേർക്ക് അട്ടഹസിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് പടയൊരുക്കത്തിന് പുറപ്പെട്ടു? ഞാനൊരു ഫിലിസ്തീയക്കാരനും നിങ്ങൾ സാവൂളിൻ്റെ സേവകരുമല്ലേ? എൻ്റെ പക്കലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്കായി ഒരുത്തനെ തീരുമാനിക്കുവിൻ. എന്നോട് പൊരുതി അവൻ എന്നെ കൊല്ലാനാകുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ദാസരായിത്തീരും. മറിച്ച് ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് ദാസരായിത്തീരും. നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം. ആ ഫിലിസ്തീയക്കാരൻ തുടർന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ ഇസ്രായേലിൻ്റെ അണികളെ വെല്ലുവിളിക്കുന്നു. എനിക്കൊരുത്തനെ തരുവിൻ, ഞങ്ങൾ പരസ്പരം പോരാടട്ടെ. ആ ഫിലിസ്തീയക്കാരൻ്റെ ഈ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രായേൽക്കാർ മുഴുവനും ഏറെ വിഭ്രാന്തിയും ഭയവും പൂണ്ടു. ദാവീദ് ഇസ്രായേൽ പടയണിയിലേക്ക്. ദാവീദ് ഒരു എഫ്രാത്തുകാരൻ്റെ മകനായിരുന്നു. ഇവൻ യൂദായുടെ ബെത്ലഹമിൽ നിന്നുള്ളവനായിരുന്നു. ജെസ്സെ എന്നു പേരുള്ള അവന് 8 പുത്രന്മാരുണ്ടായിരുന്നു. സാവൂളിൻ്റെ കാലത്ത് വാർദ്ധക്യത്തിലെത്തിയ ആളുകളിൽ പെടുന്നവനായിരുന്നു ആ മനുഷ്യൻ. ജെസ്സയുടെ മുതിർന്ന 3 പുത്രന്മാർ സാവൂളിനെ അനുഗമിച്ച് യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നു. യുദ്ധരംഗത്ത് പോയ 3 പുത്രന്മാരുടെ പേര്: ആദ്യജാതൻ എലിയാബ്, രണ്ടാമൻ അബിനാദാബ്, മൂന്നാമൻ ഷമ്മ. ദാവീദായിരുന്നു ഏറ്റവും ഇളയവൻ. മുതിർന്ന ഈ 3 പേർ സാവൂളിന് പിന്നാലെ പോയിരുന്നു. സാവൂളിൻ്റെ അടുത്തുനിന്ന് ദാവീദ് തൻ്റെ പിതാവിൻ്റെ അജഗണത്തെ മേയ്ക്കാൻ
ബേത്ലഹേമിൽ പോയി തിരിച്ചെത്തുമായിരുന്നു. ആ ഫിലിസ്തീയക്കാരൻ 40 ദിവസമായി പ്രഭാതത്തിലും പ്രദോഷത്തിലും മുന്നോട്ട് വന്ന് നിലയുറപ്പിച്ചുകൊണ്ടേയിരുന്നു. ജസ്സെ തൻ്റെ മകൻ ദാവീദിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർക്കായി ഈ ഒരു എഫ മലരും ഈ 10 അപ്പവും എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം എത്തിക്കുക. സഹസ്രാധിപന് വേണ്ടി ഈ 10 പാൽക്കട്ടികളും പോകണം. നിന്റെ സഹോദരന്മാരുമായി ക്ഷേമാന്വേഷണം നടത്തണം. അവരുടെ ഉറപ്പടയാളം സ്വീകരിക്കുകയും വേണം. സാവൂളും അവരും ഓരോ ഇസ്രായേൽക്കാരനും ഏലാ താഴ്വരയിൽ ഫിലിസ്തീയക്കാരോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ദാവീദ് പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരൻ്റെ പക്കൽ വിട്ടിട്ട് തന്നെ ജസ്സെ അനുശാസിച്ച പ്രകാരം ചുമടെടുത്ത് യാത്രയായി. അവൻ യുദ്ധമറയിലേക്ക് എത്തിയപ്പോൾ സൈന്യം മുന്നണിയിലേക്ക് പുറപ്പെടുകയായിരുന്നു. അവർ യുദ്ധരംഗത്ത് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. ഇസ്രായേൽക്കാരുടെയും ഫിലിസ്തീയക്കാരുടെയും അണികൾ പരസ്പരം നേരിടുന്നതിന് സജ്ജരായി. തൻ്റെ മേലുണ്ടായിരുന്ന ചുമട് സാധനസാമഗ്രി സൂക്ഷിപ്പുകാരൻ്റെ കൈവശം ഏൽപ്പിച്ചിട്ട് ദാവീദ് മുന്നണിയിലേക്ക് ഓടിച്ചെന്ന് തൻ്റെ സഹോദരന്മാരോട് ക്ഷേമാന്വേഷണം നടത്തി. അവരോട് സംസാരിക്കവേ ഇതാ ഗത്തിൽ നിന്ന് ഫിലിസ്തീയ പടയണികളിൽ നിന്ന് ഗോലിയാത്ത് എന്നു പേരുള്ള ഒരു ഫിലിസ്തീയക്കാരൻ, ഒരു ഉദ്ദണ്ഡ മനുഷ്യൻ കയറി വന്നു. മുമ്പത്തേതുപോലെയുള്ള വാക്കുകൾ തന്നെ അവൻ സംസാരിക്കുന്നത് ദാവീദ് കേട്ടു. ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മുമ്പിൽ നിന്ന് ഇസ്രായേൽക്കാരെല്ലാവരും ഓടി. അവർ ഏറെ ഭയന്നിരുന്നു. അപ്പോൾ ഒരു ഇസ്രായേൽക്കാരൻ പറഞ്ഞു, കയറി വരുന്ന ഈ ആളെ നിങ്ങൾ കാണുന്നില്ലേ? ഇവൻ ഇസ്രായേലിനെ നിന്ദിക്കാൻ തന്നെയാണ് കയറി വന്നിരിക്കുന്നത്. അവനെ പ്രഹരിക്കുന്നവനെ രാജാവ് മഹാസമ്പത്തിന് ഉടമയാക്കും. തൻ്റെ മകളെ അവന് കൊടുക്കും. അവൻ്റെ പിതൃഭവനത്തെ ഇസ്രായേലിൽ നികുതി മുക്തമാക്കുകയും ചെയ്യും. ദാവീദ് തൻ്റെ കൂടെ നിന്നവരോട് ഇപ്രകാരം ചോദിച്ചു, ഈ ഫിലിസ്തീയക്കാരനെ പ്രഹരിച്ച് ഇസ്രായേലിൻ്റെ മേൽ നിന്ന് അപമാനം നീക്കിക്കളയുന്നയാൾ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുക? എന്തെന്നാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പടയണികളെ അപമാനിക്കാൻ മാത്രം അപരിച്ഛേദിതനായ ഈ ഫിലിസ്തീയക്കാരൻ ആരാണ്? അവനെ പ്രഹരിക്കുന്നയാൾ മേൽപ്പറഞ്ഞതുപോലെ തന്നെ പരിഗണിക്കപ്പെടും എന്ന് ജനം അവനോട് പറഞ്ഞു. അവൻ ആളുകളോട് സംസാരിച്ചപ്പോൾ അവൻ്റെ മൂത്ത സഹോദരനായ എലിയാബ് അത് കേട്ടു. ദാവീദിന് നേരെ കുപിതനായി എലിയാബ് ഇപ്രകാരം ചോദിച്ചു, നീ എന്തിന് ഇങ്ങോട്ട് ഇറങ്ങി? ആ ഏതാനും ആടുകളെ മരുഭൂമിയിൽ ആരുടെ പക്കലാണ് നീ വിട്ടിരിക്കുന്നത്? നിന്റെ അഹന്തയും ഉള്ളിലെ ദുരുദ്ദേശവും എനിക്കറിയാം. തീർച്ചയായും നീ ഇറങ്ങിയിരിക്കുന്നത് യുദ്ധം കാണുന്നതിന് വേണ്ടിയാണ്. ദാവീദ് ചോദിച്ചു, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഇത് ഒരു പ്രധാന കാര്യമല്ലേ? അവൻ അയാളുടെ വശത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞ് മേൽപ്പറഞ്ഞത് തന്നെ പറഞ്ഞു. ജനം അവനോട് ആദ്യം പറഞ്ഞതിന് സമമായത് തന്നെ പ്രതികരിച്ചു. ദാവീദ് സാവൂളിൻ്റെ മുൻപിൽ. ദാവീദ് പറഞ്ഞ വാക്കുകൾ കേൾക്കാനിടയായവർ സാവൂളിൻ്റെ സന്നിധിയിൽ അത് വിവരിച്ചു. അയാൾ അവനെ സ്വീകരിച്ചു. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, അവനെ പ്രതി ഒരു മനുഷ്യൻ്റെയും ഹൃദയം തളരേണ്ടതില്ല. നിന്റെ ദാസൻ പോയി ആ ഫിലിസ്തീയക്കാരനുമായി പൊരുതും. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ആ ഫിലിസ്തീയക്കാരനുമായി പൊരുതാൻ അവൻ്റെ അടുത്തേക്ക് പോകാൻ നിനക്കാവില്ല. നീ ചെറുപ്പമാണ്. അവനാകട്ടെ തൻ്റെ ചെറുപ്പം മുതൽ പോരാളിയാണ്. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, നിന്റെ ദാസൻ തൻ്റെ പിതാവിൻ്റെ ആടുകൾക്ക് ഇടയനാണ്. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാനതിനെ അനുധാവനം ചെയ്ത് പ്രഹരിക്കുകയും അതിൻ്റെ വായിൽ നിന്ന് അതിനെ വിടുവിക്കുകയും ചെയ്യും. അത് എൻ്റെ നേർക്ക് ചാടിയാൽ ഞാൻ അതിൻ്റെ ജടയ്ക്ക് കയറി പിടിച്ച് അതിനെ അടിച്ചു കൊല്ലും. നിന്റെ ദാസൻ സിംഹത്തെയും കരടിയെയും പ്രഹരിച്ചിട്ടുണ്ട്. അപരിച്ഛേദിതനായ ഈ ഫിലിസ്തീയക്കാരൻ അവയിൽ ഒന്നിനെ പോലെയാകും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പടയണികളെയാണല്ലോ അവൻ അപമാനിക്കുന്നത്. ദാവീദ് തുടർന്ന് പറഞ്ഞു, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ മോചിപ്പിച്ച കർത്താവ് തന്നെ ഈ ഫിലിസ്തീയക്കാരൻ്റെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കും. അപ്പോൾ സാവൂൾ ദാവീദിനോട് പറഞ്ഞു, പോകുക, കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അനന്തരം സാവൂൾ തൻ്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു. ഒരു പിച്ചളത്തൊപ്പി അവൻ്റെ തലയിൽ വെച്ചു. തൻ്റെ കവചവും അവന് ധരിപ്പിച്ചു. പോർച്ചട്ടയ്ക്ക് മുകളിൽ തൻ്റെ വാൾ ബന്ധിച്ച് ദാവീദ് നടക്കാൻ ഉദ്യമിച്ചു. പക്ഷേ അവനത് പരിചയിച്ചിട്ടില്ലായിരുന്നു. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, ഞാനിവ പരിചയിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിവയിൽ നടക്കാനാകുന്നില്ല. എന്നിട്ട് ദാവീദ് തൻ്റെ മേൽ നിന്ന് അവ ഊരി മാറ്റി. പിന്നെ അവൻ തൻ്റെ വടി കയ്യിലെടുത്തു.
അടിവാരത്തിൽ നിന്ന് തനിക്കായി മിനുസമുള്ള 5 കല്ലുകൾ തിരഞ്ഞെടുത്ത് അവൻ തൻ്റെ ഇടയ ഭാണ്ഡത്തിലെ ചെറു സഞ്ചിയിലേക്കിട്ടു. കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. തുടർന്ന് അവൻ ഫിലിസ്തീയക്കാരനെ സമീപിച്ചു. ദാവീദ് ഗോലിയാത്തിനെ വധിക്കുന്നു. ഫിലിസ്തീയക്കാരൻ സാവകാശം നടന്ന് ദാവീദിനോടടുത്തു. പരിച വഹിക്കുന്നയാൾ അവന് മുമ്പേ ഉണ്ടായിരുന്നു. ഫിലിസ്തീയക്കാരൻ നോക്കിയപ്പോൾ ദാവീദിനെ കണ്ടു. അയാൾ അവനെ പുച്ഛിച്ചു. കാരണം അവൻ സുന്ദരനാണെന്നതിന് പുറമെ തുടുത്തു ചമന്നവനും കുമാരനുമായിരുന്നു. ഫിലിസ്തീയക്കാരൻ ദാവീദിനോട് ചോദിച്ചു, എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ തൻ്റെ ദേവന്മാരെ കൊണ്ട് ദാവീദിനെ ശപിച്ചു. ഫിലിസ്തീയക്കാരൻ ദാവീദിനോട് തുടർന്ന് പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിൻ്റെ മാംസം ആകാശപ്പറവയ്ക്കും കാട്ടുമൃഗത്തിനും കൊടുക്കും. ദാവീദ് ഫിലിസ്തീയക്കാരനോട് പറഞ്ഞു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ പടയണികളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് നിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇന്ന് കർത്താവ് നിന്നെ എൻ്റെ കയ്യിൽ വിട്ടുതരും. ഞാൻ നിന്നെ വീഴ്ത്തും. നിൻ്റെ മേൽ നിന്ന് നിൻ്റെ തല ഞാൻ വെട്ടിയെടുക്കും. ഫിലിസ്തീയ സേനയുടെ ജഡം ഇന്ന് ഞാൻ ആകാശപ്പറവയ്ക്കും നാട്ടുജന്തുവിനും കൊടുക്കും. അങ്ങനെ ഇസ്രായേലിന് ഒരു ദൈവമുണ്ടെന്ന് നാട് മുഴുവൻ അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ കൂട്ടം മുഴുവനും മനസ്സിലാക്കും. എന്തെന്നാൽ യുദ്ധം കർത്താവിൻ്റേതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. ഫിലിസ്തീയക്കാരൻ എഴുന്നേറ്റ് നടന്ന് ദാവീദിനെ നേരിടാൻ സമീപിച്ചപ്പോൾ ദാവീദ് ധൃതിപ്പെട്ട് ഫിലിസ്തീയക്കാരനെ നേരിടാനായി മുന്നണിയിലേക്ക് ഓടി. ദാവീദ് ഭാണ്ഡത്തിലേക്ക് തൻ്റെ കൈയിട്ട് അതിൽ നിന്നൊരു കല്ലെടുത്ത് കവിണ തൊടുത്ത് ഫിലിസ്തീയക്കാരനെ അവൻ്റെ നെറ്റിക്ക് പ്രഹരിച്ചു. കല്ല് അവൻ്റെ നെറ്റിയിൽ തറച്ചു കയറി. അവൻ മുഖം കുത്തി നിലം പതിച്ചു. അങ്ങനെ ദാവീദ് കവിണ കൊണ്ടും കല്ലുകൊണ്ടും ഫിലിസ്തീയക്കാരനേക്കാൾ ശക്തനായി. അവൻ ഫിലിസ്തീയക്കാരനെ ആക്രമിച്ചു കൊന്നു. ദാവീദിൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു. ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്തീയക്കാരൻ്റെ അടുത്തു നിന്നു. പിന്നെ അവൻ അയാളുടെ വാൾ അതിൻ്റെ ഉറയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് അവനെ വധിക്കുകയും അതുകൊണ്ട് തന്നെ അവൻ്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. തങ്ങളുടെ മല്ലൻ കൊല്ലപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഫിലിസ്തീയക്കാർ പലായനം ചെയ്തു. ഇസ്രായേലിൻ്റെയും യൂദയായുടെയും പൗരന്മാർ എഴുന്നേറ്റ് ആർപ്പു വിളിച്ചു. അവർ ഗത്തുവീഥി വരെയും എക്രോൻ കവാടം വരെയും ഫിലിസ്തീയക്കാരെ പിന്തുടർന്നു. ഷാറായിം പാതയിലും ഗത്തു വരെയും എക്രോൺ വരെയും ഫിലിസ്തീയക്കാരായ നിഹിതർ വീണു കിടന്നിരുന്നു. ഫിലിസ്തീയക്കാരെ ക്ഷോഭത്തോടെ പിന്തുടരുന്നത് മതിയാക്കി ഇസ്രായേല്യർ തിരിച്ചെത്തി അവരുടെ പാളയങ്ങൾ കൊള്ളയടിച്ചു. ദാവീദ് ഫിലിസ്തീയക്കാരൻ്റെ തലയെടുത്ത് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവൻ്റെ ആയുധങ്ങൾ അവൻ തൻ്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു. ഫിലിസ്തീയക്കാരനെ നേരിടാൻ പുറപ്പെട്ട ദാവീദിനെ കണ്ടപ്പോൾ സാവൂൾ സൈന്യാധിപനായ അബ്നേറിനോട് ചോദിച്ചു, അബ്നേർ, ആരുടെ മകനാണ് ഈ യുവാവ്? രാജാവേ, അങ്ങയുടെ ജീവനാണേ എനിക്കറിഞ്ഞുകൂടാ എന്ന് അബ്നേർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ആരുടെ മകനാണെന്ന് നീ തന്നെ ആരായുക. ഫിലിസ്തീയക്കാരനെ പരാജയപ്പെടുത്തിയിട്ട് ദാവീദ് മടങ്ങുമ്പോൾ അബ്നേർ അവനെ സ്വീകരിച്ചു. എന്നിട്ട് അയാൾ അവനെ സാവൂളിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഫിലിസ്തീയക്കാരൻ്റെ ശിരസ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. സാവൂൾ അവനോട് ചോദിച്ചു, യുവാവേ, നീ ആരുടെ മകനാണ്? ബേത്ലേഹംകാരൻ ജെസ്സെ എന്ന അങ്ങയുടെ ദാസൻ്റെ മകനാണ് ഞാൻ എന്ന് ദാവീദ് പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 12. കാപട്യം നിറഞ്ഞ ലോകം. ഗായക നേതാവിന് അഷ്ടമി രാഗത്തിൽ ദാവീദിൻ്റെ കീർത്തനം. കർത്താവെ രക്ഷിക്കണമേ, കരുണയുള്ളവൻ ഇല്ലാതായിരിക്കുന്നല്ലോ. മനുഷ്യമക്കളിൽ നിന്ന് വിശ്വസ്തർ തിരോഭവിച്ചിരിക്കുന്നല്ലോ. ഓരോരുത്തനും തൻ്റെ അയൽക്കാരനോട് വ്യാജം സംസാരിക്കുന്നു. ഇരുമനസ്സോടെ അവർ മുഖസ്തുതി ഭാഷണം നടത്തുന്നു. മുഖസ്തുതി പറയുന്ന എല്ലാ അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ. അവർ പറയുന്നു, നാവുകൊണ്ട് ഞങ്ങൾ പ്രബലരാകും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങളോടൊത്തുണ്ട്, ഞങ്ങൾക്കുമേൽ ആരാണ് നാഥൻ? എന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, പീഡിതരോടുള്ള അതിക്രമം നിമിത്തവും പാവപ്പെട്ടവരുടെ നെടുവീർപ്പ് നിമിത്തവും ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി ആശിക്കുന്നവനെ ഞാൻ അതിൽ സ്ഥാപിക്കും. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ശുദ്ധമായ വാഗ്ദാനങ്ങളാണ്. അയിരിന് 7 ആവർത്തി ശുദ്ധി വരുത്തി ഉലയിൽ കാച്ചിയെടുത്ത വെള്ളിയാണ്. കർത്താവെ, അങ്ങവ പാലിക്കും. ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ എന്നേക്കും കാത്തു സൂക്ഷിക്കണമേ. മനുഷ്യമക്കൾക്ക് നീചത്വം ഉദാത്തമായിരിക്കുന്നു, അതിനാൽ ദുഷ്ടർ ചുറ്റുപാടും പരതി നടക്കുന്നു.